SIR എന്ന് പറയുന്ന എക്സസൈസ് രാജ്യത്തുടനീളം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളുണ്ട്. ഇപ്പൊ ബീഹാറിലാണല്ലോ നടന്നിട്ടുള്ളത്, അവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവിടെയും SIRന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം ഏതാ? ആ സമയം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ പൊതുപ്രവർത്തകരും അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ആ സമയത്താണ് ഇവിടെ SIR നടത്താൻ വേണ്ടി ഇപ്പൊ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഇതിൽ ജനാധിപത്യപരമായിട്ടുള്ള എത്ര പങ്കാളിത്തം ഉണ്ടാവും, രാഷ്ട്രീയ പാർട്ടികളുടെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ എത്രത്തോളം സാധ്യമാവും എന്ന കാര്യത്തെക്കുറിച്ച് സംശയമാണ്. അവിടെയാണ് സംശയങ്ങൾ വരുന്നത്. ഇപ്പൊ 2002 ശേഷം ഏതാണ്ട് 60 ലക്ഷത്തോളം പുതിയ വോട്ടർമാർ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 60 ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുമ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും എത്ര വരുമെന്ന് നമുക്കറിയാം. ഒരു 40,000-ഓളം ആളുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതിൽ നേരത്തെയുള്ള ആളുകൾ പോലും അവര് എൻറോൾമെന്റ് ഫോം ഫില്ലപ്പ് ചെയ്യണമെന്ന് പറയുന്നു. 2002 ശേഷമുള്ളവരാണെങ്കിൽ പ്രത്യേക സർട്ടിഫിക്കറ്റും അവർക്ക് നൽകണമെന്ന് പറയുന്നു. അപ്പൊ ഇത്രയും വലിയൊരു ഒരു ടാസ്ക് ആണ്. അത് ഒട്ടും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അതിനെ ആഗ്രഹത്തോടു കൂടി കാണുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ ഇത് അട്ടിമറിക്കാനുള്ള നീക്കം ഉണ്ടോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടതായിട്ട് വരിക.